നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ മാസം 6-ന് നടക്കുന്ന പെരുവനം യുവജന സംഘത്തിന്റെ പെരുവനം ദേശക്കുമ്മാട്ടി മഹോത്സവത്തിന് കൊടിയേറി. 48ാമത് പെരുവനം ദേശക്കുമ്മാട്ടി മഹോത്സവമാണ് ഇത്തവണ നടക്കുന്നത്. ചേർപ്പ് കുടുംബശ്രീ CDSന്റെ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. ചേർപ്പ് ചന്ത, ഊരകം സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് ഓണം വിപണന മേള നടക്കുന്നത്. പാർലം ഗ്രാമപഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പിലെ അംഗനവാടികളുടെ ആഭിമുഖ്യത്തിൽ പോഷകാഹാര ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പോഷക മാസാചരണത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ മാസം 6-ന് നടക്കുന്ന പെരുവനം യുവജന സംഘത്തിന്റെ പെരുവനം ദേശക്കുമ്മാട്ടി മഹോത്സവത്തിന് കൊടിയേറി. 48ാമത് പെരുവനം ദേശക്കുമ്മാട്ടി മഹോത്സവമാണ് ഇത്തവണ നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് പെരുവനം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലായിരുന്നു കൊടിയേറ്റ്. മേളപ്രമാണി സതീശൻ മാരാർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പെരുവനത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഓണത്തോടനുബന്ധിച്ച് ഈ വർഷം 48ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ ദേശക്കുമ്മാട്ടി ചുവടുവെച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഞാൻ. അതോടൊപ്പം നമ്മുടെ കുമ്മാട്ടി ഓരോ വർഷവും തോറും അതിവിപുലമായിട്ട് കൊണ്ടാടുകയാണ്. കഴിഞ്ഞ കൊല്ലം എത്ര മുഖം ഉണ്ടായിരുന്നു? പുതിയതായിട്ട് 3 മുഖം. ഇത്തവണ അതിൽ കൂടുതൽ 10 മുഖമാണ് ഇത്തവണ. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പരിപാടിയുടെ ഈ കുമ്മാട്ടിയുടെ ഓരോ കൊല്ലം തോറും അതിൻ്റെ വളർച്ച. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മളെല്ലാവരും കൂട്ടായ്മ കൊണ്ടാണ് ഈ പരിപാടി മഹത്തരമായി നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർക്ക് നമ്മളെല്ലാവരും ഇതിൻ്റെ സംഘാടകരാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഉത്തരോത്തരം ഈ ഒരു പരിപാടി നമ്മുടെ കുമ്മാട്ടി ഏറ്റവും മഹത്തരമായി നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഓണത്തോടനുബന്ധിച്ച് പല തൃശ്ശൂർ പുലിക്കളി, ഊരകം കുമ്മാട്ടി, അങ്ങനെ പല സ്ഥലത്തും കുമ്മാട്ടികൾ മാറ്റുരയ്ക്കുക തമ്മിൽ. അപ്പോൾ അതുപോലെ നമുക്ക് മാറ്റുരയ്ക്കാൻ അതല്ലാണ്ട് തന്നെ നമ്മുടെ പരിപാടി ഭംഗിയാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വർഷവും വിപുലമായിട്ട് അതിഗംഭീരമായിട്ട് നമ്മുടെ ദേശക്കുമ്മാട്ടി നടക്കാൻ ഇരട്ടയപ്പനെ ഇടവരുത്തട്ടെ. നമുക്കതിൽ പങ്കാളിയാവാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഉത്രാട ദിവസം വൈകിട്ട് 5 മണിക്ക് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് പെരുവനം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടക്കിൽ നടക്കും. അന്നേ ദിവസം യുവജന സംഘം ആദ്യമായി സംഘടിപ്പിക്കുന്ന കുമ്മാട്ടി മുഖങ്ങളുടെ പ്രദർശനമുണ്ടാകും. പെരുവനം മഹാദേവസത്തിൽ വൈകിട്ട് 6 മണിക്കാണ് കുമ്മാട്ടി മുഖങ്ങളുടെ പ്രദർശനം ആരംഭിക്കുക. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ കുമ്മാട്ടി ആഘോഷത്തിന് മുണ്ടത്തിക്കോട് രാഗദീപം ബാൻഡ് സെറ്റും കുന്നംകുളം ചരിത്ര കലാസമിതിയുടെ ശിങ്കാരി മേളവും അകമ്പടിയേകും. മുല്ലശ്ശേരി തിരങ്ക കലാസമിതി നയിക്കുന്ന ചിന്തക്കാവടി കുമ്മാട്ടി മഹോത്സവത്തിനായി അണിചേരും. രാത്രി 7 മണിക്ക് മഹാത്മാ മൈതാനിയിൽ വാദ്യമേളത്തോടൊപ്പം കുമ്മാട്ടികളെയും അണിനിരത്തി സ്റ്റേജ് ഷോയും അരങ്ങേറും. പ്രസിഡന്റ് സഞ്ജയ്, സെക്രട്ടറി കാർത്തിക് പി മാരാർ, ട്രഷറർ നകുൽ പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിൽ 60ഓളം പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ദേശക്കുമ്മാട്ടിക്കായി പ്രവർത്തിക്കുന്നത്. ചേർപ്പ് കുടുംബശ്രീ CDSന്റെ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. ചേർപ്പ് ചന്ത, ഊരകം സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് ഓണം വിപണന മേള നടക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിപണന മേള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ഓണ വിപണന മേള ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബശ്രീ സംരംഭങ്ങൾ, എല്ലാ സംരംഭകരുടെയും ഉൽപ്പന്നങ്ങളിലൂടെ എത്തിയിട്ടില്ലെങ്കിൽ പോലും പരമാവധി എല്ലാവരും എത്തിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലേക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഓണച്ചന്ത പ്രയോജനപ്പെടുത്തുക.
നമ്മുടെ കുടുംബശ്രീ സംരംഭകർ എപ്പോഴും ഗുണമേന്മയുള്ള വസ്തുക്കളാണ് നമ്മുടെ കുടുംബശ്രീ സ്റ്റാളുകളോട് നമുക്ക് ലഭിക്കാറുള്ളത്. ആ ഉൽപ്പന്നങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണത്തെയും നല്ല രീതിയിൽ വരവേൽക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. CDS ചെയർപേഴ്സൺ ശ്രീവള്ളി ബാബു അധ്യക്ഷനായി. മെമ്പർ സെക്രട്ടറി രാജലക്ഷ്മി ബ്രാൻഡഡ് നേതൃത്വമായ ചിപ്സ് വാങ്ങി. വൈസ് ചെയർപേഴ്സൺ ഷെഫീൻ സുധീർ, മെമ്പർമാരായ അനിത അനിലൻ, സുനിത ജിനു, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ്, നസീജ മുത്തലീഫ്, ജയ, അൽഫോൺസ, വനജ സോളമൻ, ലിജു തോമസ് എന്നിവർ സംസാരിച്ചു. ഓണം വിപണനമേള ഉത്രാടം ദിവസം സമാപിക്കും. പാർലം ഗ്രാമപഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പിലെ അംഗനവാടികളുടെ ആഭിമുഖ്യത്തിൽ പോഷകാഹാര ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പോഷകമാസാചരണത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം ഒരുക്കിയത്. പോഷകാഹാര പ്രദർശനം, പോഷകാഹാര ഘോഷയാത്ര തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ബോധവൽക്കരണ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യവിഭവങ്ങളായിട്ടുള്ള പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീടുകളിലേക്ക് അടുപ്പിക്കുന്ന വലിയ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കൂടി കേരളത്തിനുണ്ട്. ഈ ദിവസം, ഈ പോഷക മാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ആകമാനുണ്ട്. അതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഓണം നന്നായി ആഘോഷിക്കാനായിട്ട് ക്രമീകരണങ്ങളൊക്കെ സർക്കാർ നന്നായി നടത്തിയിട്ടുണ്ട്. ഏകദേശം 20,000 കോടി രൂപയൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ, ക്ഷേമപെൻഷന്റെ രീതിയിലും മറ്റു രീതികളിലൊക്കെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കൃഷി വകുപ്പും സർക്കാരിനും ഒക്കെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരുക്കിയ വിഭവങ്ങള് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുക, എങ്ങനെയാണ് കഴിക്കുക, എങ്ങനെയാണ് ഏതൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ധാരണകൾ. ആ ധാരണകള് ഒന്നുകൂടെ പുതുക്കിയെഴുതുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പോഷൺ മാസം നമ്മൾ ആചരിച്ചു പോകുന്നത്. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായി. ഏറ്റവും പോഷകമുള്ള, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെ നമുക്ക് ഒക്കെ ആയിട്ട് തന്നെ അതിൽ വളരെ സന്തോഷം തോന്നി. നമുക്കിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരുപാട് പോഷകാഹാരങ്ങൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പാർലമെന്റ് പഞ്ചായത്തിനോട് സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അംഗനവാടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, തുടക്കം മുതലേ കുട്ടികളുടെ അംഗനവാടികളിലെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനാണെങ്കിലും കുട്ടികൾക്ക് ഇരുന്ന് സൗകര്യപൂർവ്വം ഭക്ഷണം കഴിക്കാനും പഠിക്കാനുമുള്ള സൗകര്യത്തിനായി മേശയും കസാരയും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പങ്കാളികളാവാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ P. മീര മുഖ്യ അതിഥിയായി. ചേർപ്പ് ICDS ശിശു വികസന പദ്ധതി ഓഫീസർ ഡോക്ടർ ശ്രീവിദ്യ S. മാരാർ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ്, വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു, ലിജീവ്, മണി, സിബി സുരേഷ്, സുബിത സുഭാഷ്, ICDS സൂപ്പർവൈസർ നിത ജോൺ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം അങ്കണവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികളുടെ അമ്മമാർക്ക് പോഷകാഹാരത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് ഒരുക്കി. പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ക്ലാസ് എടുത്തു. അങ്കണവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികളുടെ അമ്മമാർ തയ്യാറാക്കിയ പോഷകാഹാരങ്ങളിൽ മികച്ചതിന് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. മികച്ച 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കൊപ്പം 4ഉം 5ഉം സ്ഥാനത്തെത്തിയവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. ഘോഷയാത്രയിൽ പങ്കെടുത്ത വേഷവിധാനങ്ങൾ അലങ്കരിച്ച എല്ലാ കുട്ടികൾക്കും പോഷക റാണിമാർക്കും മാവേലിക്കുമുള്ള സമ്മാനങ്ങൾ പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വിതരണം ചെയ്തു. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഓണാഘോഷം ഒരുക്കിയത്. ചേർപ്പ് BRCയുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ 78 ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. BRC BPC KR ബിനി അധ്യക്ഷയായി. മാസ്റ്റർ ഹരിഹർ സുധീഷ് പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ചേർപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി മുഖ്യാതിഥിയായി.
വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റുകൾ സമ്മാനിച്ചു. BRC പരിശീലക ഡോക്ടർ സോണിയ വിശ്വം, ആശ്രമത്തിലെ ബ്രഹ്മചാരിണി നന്ദിത, ബാലകൃഷ്ണൻ, ഗിരീഷ്, പ്രസന്ന, BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TG തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച കലാപരിപാടികൾക്കൊപ്പം ഓണസദ്യയും ഒരുക്കിയിരുന്നു. ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത്, വല്ലച്ചിറ, പാർളം, ചേർപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഓണാഘോഷം നടത്തിയത്. പാർളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. കോടന്നൂരിലാണ് കൃഷിഭവൻ ഓണച്ചന്ത ഒരുക്കിയത്. പാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷയായി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ്, വാർഡംഗം KK മണി, കൃഷി ഓഫീസർ ഡിറ്റി മരിയ, ADC അംഗം സുഭാഷ് മാരാത്ത് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ പാലിശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാകായിക പരിപാടികളോടെയാണ് ഓണാഘോഷം ഒരുക്കിയത്. ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം വിനയ സച്ചിൻ അധ്യക്ഷയായി. ബെറ്റി ശെൽവൻ, സുരഭി ചന്ദ്രൻ, ജയശ്രീ കണ്ണേടത്ത്, രാധിക ഉണ്ണികൃഷ്ണൻ, രേഷ്മ ഹരിദാസ്, മിനി മുരളീധരൻ, സുജ സുനിൽ, ഭാനുമതി പ്രദീപ്, സന്ധ്യ സുധീഷ്, ഷാജു തുമ്പയിൽ, MA റോണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണപ്പാട്ടുകൾ, തിരുവാതിരക്കളി, വടംവലി എന്നിവ അരങ്ങേറി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. 62ാം ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഘോഷയാത്ര. വിവിധ സമിതികളുടെ നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. നവജീവൻ വല്ലച്ചിറ, പ്രകാശ് ചാത്തക്കുടം, മഹാരസികൻ പിടിക്കപ്പറമ്പ്, യുവജന സമിതി മനവഴി, ടീം കോമ്പാറ ചെറുശ്ശേരി, സാന്റോസ് വല്ലച്ചിറ എന്നിവയുടെ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി. കാലിക പ്രസക്തിയുള്ള ആവിഷ്കാരങ്ങളാണ് നിശ്ചല ദൃശ്യങ്ങളിൽ പ്രകടമായത്. മഹാരസികൻ പിടിക്കപ്പറമ്പ് 1ാം സ്ഥാനവും ടീം കോമ്പാറ 2ാം സ്ഥാനവും നേടി. പ്രകാശ് ചാത്തക്കുടം, സാന്റോസ് എന്നീ സമിതികൾ 3ാം സ്ഥാനം പങ്കിട്ടു. സംവിധായകൻ പ്രിയനന്ദൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തൊമ്മി പിടിയത്ത്, കൺവീനർ PK നിഖിൽ, ജയരാജ് നടുവിൽ, വൈശാഖ്, ഹെയ്ൻസ്, അഡ്വക്കേറ്റ് ശശിധരൻ, സുധാ നമ്പ്യാർ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ സമ്മാനിച്ചു. ചൊവ്വൂർ YMCA വുമൺസ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. ഓണത്തോടനുബന്ധിച്ചാണ് ചൊവ്വൂർ YMCA ഭക്ഷ്യക്കിറ്റുകൾ ഒരുക്കിയത്. സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റിലെ അർഹരായ 5 പേർക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ പാലിയേറ്റീവ് അംഗങ്ങൾക്കായുള്ള ഭക്ഷ്യക്കിറ്റുകൾ ഏറ്റുവാങ്ങി. ഏറ്റുവാങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ അദ്ദേഹം സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റിലെ നഴ്സിന് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡോ, നഴ്സുമാരായ ജോസ്മി ജോണി, KO സൗമ്യ, ചൊവ്വൂർ YMCA സെക്രട്ടറി ജോസഫ് പുളിക്കൻ, ട്രഷറർ MO പോൾസൺ, വുമൺസ് ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, കൺവീനർ ലീന ലാസർ, വൈസ് ചെയർപേഴ്സൺ ടീന ജോബി, ട്രഷറർ സീന വർഗീസ്, ഹൈവേ നാഷണൽ സെക്രട്ടറി ജസ്മരിയ ആൻഡോ, വുമൺസ് ഫോറം അംഗങ്ങളായ താര രാജു, ഫെമി ലിൻഡോ, മറീന പോൾസൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലാ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഊരകം CMS UP സ്കൂളിലാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷനായി. ഇന്ദിരാപാലൻ തോട്ടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. സന്ധ്യ ദേവിദാസൻ, വിദ്യ രമേശ്, ലിമോൾ, പോൾ ജോർജ്,
തോമസ് പുലിക്കോട്ടിൽ, അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൂട്ടം ചാരിറ്റി അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. വല്ലച്ചിറ ചെറുശ്ശേരി സ്നേഹ ചാരിറ്റീസിന്റെ പൊതുയോഗം നടന്നു. 4ാം വാർഷിക പൊതുയോഗമാണ് ഇന്ന് നടന്നത്. സംഘം ഡയറക്ടർ കൂടിയായ ഗ്രാമപഞ്ചായത്ത് അംഗം TB സുബ്രഹ്മണ്യൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകരെ ചടങ്ങിൽ പാരിതോഷികം നൽകി ആദരിച്ചു. ആരോഗ്യ മേഖലയിൽ മാതൃകാപരമായ സേവനവും കോവിഡ് കാലത്ത് ചാരിറ്റീസ് പ്രവർത്തനങ്ങളിൽ സജീവമായി സഹായിച്ചതുമാണ് ആശാപ്രവർത്തകർക്ക് അംഗീകാരമായത്. സംഘം സെക്രട്ടറിയായി TA പ്രഭാകരൻ, പ്രസിഡന്റായി KC കൃഷ്ണനുണ്ണി എന്നിവരെ പൊതുയോഗം എതിരില്ലാതെ തിരഞ്ഞെടുത്തു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷമൊരുക്കി. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ശിങ്കാരി മേളത്തോടെ ഓണാഘോഷം ആരംഭിച്ചു. തുടർന്ന് വിവിധ ഇനം കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു. മാതൃസമിതി, ക്ഷേമസമിതി അംഗങ്ങൾ എന്നിവർ തിരുവാതിരക്കളിയും ഓണപ്പാട്ടും അവതരിപ്പിച്ചു. വിവിധ കലാകായിക മത്സര വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. പൂക്കള മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ഓണസദ്യ വിതരണവും നടന്നു. വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം ഓണാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. ഫൊറോന പള്ളിയിൽ മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് സീനിയർ CLC മെഗാ തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ഓണാഘോഷം നടന്നത്. പഴുവിൽ ഫൊറോന പള്ളി വികാരി ഡോക്ടർ ഫാദർ വിൻസെന്റ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അധ്യക്ഷനായി. തുടർന്ന് ഇടവകയിലെ CLC അംഗങ്ങൾ അണിനിരന്ന മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. മെഗാ തിരുവാതിരക്കളിക്ക് ശേഷം വിവിധ ഓണക്കളികളും നടന്നു. കുട്ടികൾക്കൊപ്പം മുതിർന്നവരും ഓണക്കളികളിൽ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പായസം ഫെസ്റ്റും ഒരുക്കിയിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9705 രൂപ, പവന് 77,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ മാസം 6 നടക്കുന്ന പെരുവനം യുവജന സംഘത്തിന്റെ പെരുവനം ദേശക്കുമ്മാട്ടി മഹോത്സവത്തിന് കൊടിയേറി. 48ാമത് പെരുവനം ദേശക്കുമ്മാട്ടി മഹോത്സവമാണ് ഇത്തവണ നടക്കുന്നത്. ചേർപ്പ് കുടുംബശ്രീ CDSന്റെ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. ചേർപ്പ് ചന്ത, ഊരകം സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് ഓണം വിപണന മേള നടക്കുന്നത്. പാർലം ഗ്രാമപഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പിലെ അംഗനവാടികളുടെ ആഭിമുഖ്യത്തിൽ പോഷകാഹാര ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പോഷകമാസാചരണത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.